ഇവിടെ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മൾ പതിവ് പോലെ തന്നെ ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 5:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പതിവ് പോലെ വോക്കിന് ഇറങ്ങിയതാണ്. വോക്കൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ തന്നെയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 6:15 ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സൂര്യൻ ചേട്ടൻ ഡ്യൂട്ടിക്ക് വന്നതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. അപ്പോൾ നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റാണ്, ഷിൽബർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു 3 സ്പൂൺ യോഗേർട്ടിൽ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ ഗ്രേറ്റഡ് ഗാർലിക്കും കുറച്ച് സിലാൻഡ്രോയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനകത്തേക്ക് ശരിക്കും സിലാൻഡ്രോയ്ക്ക് പകരം ദില്ലാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലി ഓയിൽ ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ബട്ടറും അതേപോലെ തന്നെ ഒലീവ് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു കളർ മാറി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് കളർ മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. കറുത്ത് പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ഓയിലും അവിടെ റെഡിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ പോച്ച്ഡ് എഗ് ആണ്. അപ്പോൾ ഈ പോച്ച്ഡ് എഗ് ഉണ്ടാക്കാൻ കറക്റ്റ് രീതി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തത് അത്ര കറക്റ്റ് മെത്തേഡ് അല്ലായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് തന്നെ കിട്ടി. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ വേറെ കാണിച്ചു തരാവേ. അപ്പോൾ പോച്ച്ഡ് എഗ്ഗ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബേസിക്കലി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നമ്മൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് എടുക്കുക. ബേസിക്കലി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പ്ലേറ്റിംഗ് സെറമണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ യോഗോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ യോഗോട്ടിൻ്റെ മേളിലേക്ക് നമ്മുടെ പോച്ച്ഡ് എഗ്ഗും വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ചില്ലി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് സിലാൻഡ്രോയും കൂടി ഇടണം. വീണ്ടും ഇവിടെ അവർ സിലാൻഡ്രോയ്ക്ക് പകരം ദില്ലാണ് ഇട്ട് കൊടുത്തേക്കണം. എൻ്റെ കയ്യിലില്ല, ഞാനിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ടോസ്റ്റഡ് ബ്രെഡും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ബ്രെഡ് ഒലീവ് ഓയിലും ബട്ടറിലുമാണ് ടോസ്റ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് വെറുതെ ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈസി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി പീസി ആയിട്ടുള്ള ചിൽബർ. ഇത് നല്ലൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കുറച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവ് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ മുളക് പൊടിക്ക് ഇത്തിരി എരിവുള്ളതല്ലേ. അപ്പോൾ ഇനി ഈ ഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഇതിന് ഒരു ഡ്രോബാക്ക് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിനത്ര ചൂടുണ്ടാവത്തില്ല. ജസ്റ്റ് ആ ബ്രെഡിന് മാത്രം ഇത്തിരി ചൂടുണ്ടാവുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.